ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം CPM-ന് കാലിടറിയോടെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം മാത്രം അറിഞ്ഞാൽ മതിയാകും. അക്രമത്തിൽ അകപ്പെട്ടപ്പോൾ അഭയം തേടി RSSകാർക്ക് ഒരു നിമിഷം സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുപോയ KPCC മുൻ അധ്യക്ഷൻ K സുധാകരനെ പതിറ്റാണ്ടുകാലം വേട്ടയാടിയ CPM-കാർ ഇന്ന് ചെന്ന് വീണത് ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത പടുകുഴിയിലാണ്. RSSും CPM-ഉം ഇഷ്ടം പോലെ തവണ കൂട്ടുകൂടിയിട്ടുണ്ടെന്നും കോൺഗ്രസിനെതിരെ ഒന്നിച്ചു മത്സരിച്ചിട്ടുണ്ടെന്നും ഒരു മടിയുമില്ലാതെ വെളിപ്പെടുത്തിയ CPM സെക്രട്ടറി ഗോവിന്ദൻ തോണ്ടിയത് CPM-ന്റെ മാത്രമല്ല LDF-ന്റെ കുഴി തന്നെയാണ്. നിലമ്പൂരിൽ ഒന്നടങ്കം പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നടത്തിയ ഈ സത്യം പറച്ചിൽ ഇനിയുള്ള കാലം CPM-ന് തീരാക്കളങ്കമായി മാറുന്നു. അതും 1 ലക്ഷത്തോളം മുസ്ലിം വോട്ടർമാരുള്ള നിലമ്പൂരിൽ നിന്ന് തന്നെ ആ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ പാടുന്നത് അവസാന തുരുത്തായ കേരളത്തിലും കൂടിയുള്ള CPM-ന്റെ ചരമഗീതമാണ്. ഇത് പിണറായിയും ഗോവിന്ദനും കൂടി സ്വരാജിന് മാത്രം വെച്ച കെണിയാണെങ്കിൽ ജനങ്ങൾ തിരിച്ചു പണി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ലക്ഷണം ഷൗക്കത്തിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നും നമുക്കറിയാൻ കഴിയും. പടിയിൽ കലമുടച്ച CPM വലിയ വിലയാണ് ഇനി നൽകാൻ പോകുന്നത്.